ദോ. എടാ അവനെ കൊല്ലടാ. കുടിക്ക് ചേട്ടാ. അടിക്കടാ അവനെ. അടിക്കടാ അവനെ. അയ്യോ ഏട്ടാ. അയ്യോ ഏയ് ഏട്ടാ. ഏട്ടൻ എന്റെ കല്യാണം നടത്താൻ നോക്കിയതല്ലേ? ഇപ്പൊ ഏട്ടന്റെ ഒരു അനിയത്തിയുടെ കൂടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനി ഏട്ടൻ അവളുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുവാണോ? എടുത്ത സാരി ഒന്നും ചെയ്യരുത്. ഒന്ന് താഴെ ഇട്. പറയുന്നത് കേക്ക്. പ്ലീസ് ഇതൊന്ന് താഴെ ഇട്. നീ എന്തിനാ തടയുന്നത് ലക്ഷ്മി? ഇത്രയും തെറ്റും അന്യായം ഒക്കെ ചെയ്തൊരാള് ഒരിക്കലും ജീവനോടെ ഇരിക്കാൻ പാടില്ല. മിണ്ടരുത്. അവൻ വിചാരിച്ചതൊന്ന്, നടന്നത് മറ്റൊന്ന്. നമിതയെ കല്യാണം കഴിക്കാതെ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പ്ലാൻ ചെയ്തവനെ ക്ഷമിക്കണമെന്നാണോ പറയുന്നത്? എന്താടി കൊറേ നേരമായി നമിതാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ. അവള് മണ്ഡപത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ വന്ന് തലകുനിച്ച് നിന്ന് താലി കെട്ടേണ്ടതല്ലേ. എവിടെ പോയെന്നോ ആരോടൊപ്പം പോയെന്നോ ആർക്കറിയാം? അത് നിങ്ങളുടെ കൊച്ചുമകനോട് ചോദിക്ക്, പറയും. അടിച്ച് പല്ല് താഴെയിടും. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? തെളിവില്ലാതെ സംസാരിക്കാൻ പാടില്ല. ആ പെണ്ണിനെ നാട്ടുകൂട്ടത്തിലേക്ക് കൊണ്ടുവന്നാൻ പറ്റില്ല. മണ്ഡപത്തിലേക്ക് നീ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഗൗതം, ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടി എന്റെ മകൾ ബലിയാടാകാൻ പാടില്ല. വാ, നമുക്ക് പോവാം.
കെട്ടിയത് കൊലക്കയറ. അതഴിച്ച് ദൂരെ കള. തീർത്തും ചതിയിലൂടെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ ദുഷ്ടനെപ്പറ്റി ഒരു നിമിഷം പോലും നീ ആലോചിക്കാതെ അവൻ നിന്റെ കഴുത്തിൽ കെട്ടിയ ആ താലി ദൂരെ എടുത്ത് കളയാൻ നോക്ക്. താലി അഴിക്കാൻ പറഞ്ഞാൽ അത് അഴിക്കുവോ? നിന്റെ ചേട്ടൻ പറഞ്ഞ ഉടനെ നീ അങ്ങ് ചെയ്യാൻ പോവാണോ? ഏട്ടൻ പറയുന്നത് എനിക്ക് അനുസരിച്ചല്ലേ പറ്റുള്ളൂ. അനുസരിക്കണം, പക്ഷെ നല്ലതേ അനുസരിക്കാവൂ. താലി കഴുത്തിൽ കെട്ടിക്കഴിഞ്ഞ് ഒരു പെണ്ണ് സുമംഗലിയായി മാറിയതിനു ശേഷം അത് അഴിച്ചു കളയണമെന്ന് പറയുന്നത് കേൾക്കാൻ പോലും പാടില്ല. ആ ദുഷ്ടൻ ഇവളുടെ കഴുത്തിൽ കെട്ടിയത് താലി അല്ലാത്ത സ്ഥിതിക്ക് ഇവൾ എങ്ങനെയാ സുമംഗലിയാവുന്നത്? അതെടുത്ത് ദൂരെ കള ശ്രീദേവി. എന്താ ഏട്ടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഒന്നും പറയുന്നില്ലേ? നീ എന്തായി പറയുന്നേ? ഞാൻ എന്ത് പറയണമെന്നാ? വിചാരിച്ചതൊന്ന്, നടന്നത് മറ്റൊന്ന്. നടന്ന സംഭവങ്ങളെല്ലാം ഇപ്പോഴും അതേപോലെ എന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. ഞാൻ ഇനിയും മദ്യപാനിയായി തന്നെ തുടരുമോ, ഇനി ഒരു മനുഷ്യനാകാൻ കഴിയുമോ എന്ന് പോലും എനിക്കറിയില്ല. ചേട്ടൻ കുടിക്കുന്നതും നാട് ചുറ്റുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാ. പക്ഷെ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷം അവളുടെ ഭർത്താവ് ജീവനോടെ ഉള്ളിടത്തോളം ആ താലി അവളുടെ കഴുത്തിൽ തന്നെ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകനെ ഞാനങ്ങ് കൊല്ലാം. ചേട്ടാ, എടുത്തു ചാടല്ലേ. ഒരു തവണ സമാധാനത്തോടെ ഒന്ന് ആലോചിക്കേ. ലക്ഷ്മി, നീ ഒന്ന് പറയേ. ഏട്ടാ, ദൈവം ഇത് ഞാൻ പറയുന്ന കേക്ക്. സമാധാനായിട്ടിരുന്നാൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റൂ. ഞാൻ ഇവിടെ നിൽക്കുന്നത് സമനില തെറ്റിയിട്ടൊന്നും അല്ല. നല്ല ബോധത്തോടെ തന്നെയാ. കോമയിൽ നിന്ന് ഇപ്പൊ വെളിയിൽ വന്നത് ഈ നിൽക്കുന്ന നമ്മുടെ അച്ഛനാ. അദ്ദേഹത്തിന്റെ ആരോഗ്യം പോലും നോക്കാതെ ഇവിടേക്ക് ഓടിയെത്തിയത് നിങ്ങളുടെ ഒന്നും ജീവിതം നശിക്കാതിരിക്കാനാ. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന എനിക്ക് നിന്നെ മാത്രം രക്ഷിക്കാൻ പറ്റിയെന്നല്ലാതെ ശ്രീദേവിക്ക് സംഭവിച്ച ഈ അന്യായത്തെ, ആ നശിച്ച പുക കാരണം എനിക്ക് തടയാൻ സാധിച്ചില്ല. കണ്ടില്ലേ ഗൗതം, നീ തന്നെ പറയുന്നു പുകയായതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല എന്ന്. എന്റെ മകനും അവിടെ ഉണ്ടായിരുന്നത് ശ്രീദേവിയാണെന്ന് കാണാൻ പറ്റിയില്ല. ശ്രീദേവി അല്ലെങ്കിൽ ലക്ഷ്മി, ഇനി ഇവര് രണ്ടുപേരും അല്ലെങ്കിൽ എന്റെ കുഞ്ഞനിയത്തി ദുർഗ. അവന് ചെറുത് വലുത് എന്നൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. ഒരു പെണ്ണായിരുന്ന മാത്രം മതി. താലി കെട്ടി ഒരു പെണ്ണിനെ ജീവിതത്തിലെ അടിമയാക്കണമെന്ന് ചിന്തിക്കുന്നവനെ ജീവനോടെ വെച്ചേക്കാൻ പാടില്ല. നിന്നോട് ഞാൻ അപേക്ഷിക്കുക മോനെ. എടുത്തു ചേട്ടൻ കാഴ്ചയെ മറയ്ക്കും. ശരിയോ തെറ്റോ സമാധാനമായിട്ട് ചിന്തിക്കാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവില്ല. ഏട്ടാ, ഒന്ന് സമാധാനായിട്ടിരിക്കെ. ഇനി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം. അതെ ചേട്ടാ, ഷോക്കായി നിൽക്കുന്ന ശ്രീദേവി ആദ്യം ഒന്ന് സമാധാനിക്കട്ടെ. അത് കഴിഞ്ഞ് എന്ത് നിർത്തിക്കോ. എന്റെ തീരുമാനമാണ് എന്റെ സഹോദരിമാരുടെ. ഞാൻ പൊട്ടിച്ചെറിയാൻ പറഞ്ഞാൽ അത് അവള് ചെയ്യും. എടുത്ത് കളമോളെ. ശ്രീദേവി വേണ്ട. നീ എങ്ങാനും ഈ താലി അഴിച്ചു മാറ്റിയാ എന്റെ ശവമായിരിക്കും പിന്നെ കാണാൻ പോകുന്നത്. അമ്മായി,
വല്യമ്മേ എന്താ ഈ പറയുന്നേ? അതേടി, നിനക്ക് ബോധമില്ലാതിരുന്നപ്പോ ഗൗതമനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചു. അത് നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നില്ലേ? പക്ഷെ നീ താലി അഴിച്ചില്ലല്ലോ. നിന്നെ പോലെ ശ്രീദേവി ഒരു പെണ്ണല്ലേ? നീ കൊടുക്കുന്ന ബഹുമാനം ഇവൾക്ക് എന്തുകൊണ്ട് കൊടുത്തൂടാ? പെങ്ങളെ ഗീതേ, ഈ വിഷയം നീ ഇനിയും സംസാരിച്ച് വഷളാക്കരുത്. ദയവേത് നീ ഇവിടുന്ന് പോണം. ചേട്ടാ, എന്റെ മകൻ ശ്രീദേവിയുടെ നെറ്റിയിൽ സിന്ദൂരം അണിയിച്ചില്ലെങ്കിലും കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട്. അവൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഞാനിത് അഴിച്ചു കളയാൻ സമ്മതിക്കില്ല. ആരും അത് ആവശ്യപ്പെടണ്ട. അമ്മായി പറഞ്ഞത് ശരിയാ, വളരെ ശരിയാണ്. അമ്മായി പറഞ്ഞത് 100% ശരിയായ കാര്യമാണ്. ആ ദേവ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ സഹോദരിയുടെ കഴുത്തിലെ ഈ താലി മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഇനി 1/2 മണിക്കൂർ കഴിയുമ്പോൾ അവൻ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല. ഈ നിമിഷം അവിടെ പോയി ഞാൻ അവനെ കൊന്നിരിക്കും. അമ്മായിയുടെ കൈ കൊണ്ട് തന്നെ ഈ താലി ഞാൻ അവളുടെ കഴുത്തിൽ നിന്ന് അഴിപ്പിച്ചിരിക്കും. ഇതെന്റെ ശപഥമാണ്. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. അയ്യോ, എന്താരും ഒന്നും മനസ്സിലാക്കാത്തത്? ഇവിടെ നീ താലി അയക്കാമെന്ന് പറയുന്നു. ഗൗതം അവിടെ ദേവന്റെ ജീവൻ എടുക്കാൻ പോകുന്നു. ഇതൊക്കെ കാണുന്നതിനേക്കാളും ഞാനിങ്ങ് മരിച്ചു പോകുന്നതാ നല്ലത്. ഗീതേ, നീ എന്തൊക്കെ ഈ പറയുന്നത്? ഏട്ടാ, ഏട്ടാ. ഏട്ടാ, എന്റെ ഭർത്താവ് ഇത്രയും കാലം എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏട്ടൻ എന്തുകൊണ്ട് എന്റെ താലി സിന്ദൂരം ഇല്ലാതാക്കാത്തെ? പക്ഷെ ഇന്ന് ഞാൻ ജന്മം കൊടുത്ത എന്റെ മകനെ ഇല്ലാതാക്കി അടങ്ങുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മോൻ പോയിരിക്കുന്നത്. എല്ലാം അവസാനിച്ചു ചേട്ടാ. എല്ലാം തകർന്ന് തരിപ്പണമായി. അയ്യോ, നീ ഇങ്ങനെ തലയ്ക്ക് കയ്യും വെച്ചിരുന്നാലേ എന്താ പ്രയോജനം കിട്ടുക? നിനക്ക് ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് തല കുനിച്ച് നിന്ന് നീ താലി കെട്ടിയിരുന്നെങ്കിൽ സത്യത്തിൽ അവൾ നമ്മുടെ വീട്ടിൽ വരാൻ പോകുന്ന പെണ്ണാണോ അല്ലയോ എന്ന് 1 അല്ല 10 പ്രാവശ്യം നോക്കണം. ഗൗതം നിന്റെ അമ്മയുടെ ചേട്ടന്റെ മകനാണെങ്കിലും ഞാൻ അവനെ ശത്രുവായിട്ടാ കാണുന്നത്. അവന്റെ അനിയത്തിമാരെ പോലും നമ്മുടെ യോഗ്യതയ്ക്ക് പറ്റാത്തവരായതുകൊണ്ട് വീട്ടിലേക്ക് പോലും കയറ്റാതെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ഞാൻ. നിനക്കറിയില്ലേ അത്? എന്നാൽ എന്റെ ശത്രുവിന്റെ അനിയത്തി ലക്ഷ്മിയെ നീ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നീ അവളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പിടിവാശി കാണിച്ചു. എനിക്ക് എതിർക്കാനും കഴിഞ്ഞില്ല. ആ ഗൗതം നിന്നെ പറ്റി മനസ്സിലാക്കിയിട്ട് അവന്റെ സഹോദരിയെ നിനക്ക് കല്യാണം കഴിച്ച് തരില്ല എന്ന് പറഞ്ഞിട്ടും അവളെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് നിന്റെ ആഗ്രഹപ്രകാരം നിന്റെ ഭാര്യയാക്കണമെന്ന് നീ ആഗ്രഹിച്ചു. പക്ഷെ നീ എന്താ ചെയ്തത്? നാടും വീടുമില്ലാത്ത കാസർഗോഡുകാരിയെ പ്രേമിച്ചിരിക്കുന്നു. അതിനെ ചതിച്ചിട്ട് അവിടെ നിർത്തിയെങ്കിൽ സാരമില്ലായിരുന്നു. അവളെ ഗർഭിണിയുമാക്കിയിരിക്കുന്നു. അത് അവിടെ വെച്ച് തന്നെ നശിപ്പിച്ച് മാനനഷ്ടവും വാങ്ങി അവളുടെ വഴിയിൽ അവൾ പോയിരുന്നെങ്കിൽ നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നേനെ. ചേട്ടാ, ബുദ്ധി ഉപദേശിക്കുന്നതിന് പകരം തെറ്റിലേക്ക് നയിക്കുകയാണോ? എന്താ ഗോവിന്ദരാജ്, നീ വന്ന് ഞങ്ങൾക്ക് വഴി കാട്ടി തരികയാണോ? നല്ലതാര് പറഞ്ഞാലും അത് സ്വീകരിക്കണോ അമ്മേ? ചെറിയച്ച, എന്റെ അച്ഛനും മുത്തശ്ശിയും പറയുന്നത് കേട്ട് നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന വേദന ഉണ്ടായിട്ടും ഞാൻ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നറിയോ? നടന്ന പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാ. നിന്റെ മുമ്പിൽ ഒരു വഴിയില്ല ദേവാ. ഇവിടെ ഉള്ളത് 2 വഴി മാത്രമാണ്. ഒന്ന്, നീ ചെയ്തു കൂട്ടിയ തെറ്റുകൾ കാരണം നിന്നോടുള്ള ദേഷ്യം കൊണ്ട് നിന്നെ കൊല്ലാനുള്ള ആയുധവുമായി വരുന്ന ഗൗതമിന്റെ വഴി.
മറ്റൊന്ന് നിന്റെ ജീവൻ പോയതിനു ശേഷം നിന്നെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി. വായടക്കി. എന്താടാ? അവന് വേണ്ട സഹായം ചെയ്യാതെ അവനെ നീ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? ഗോവിന്ദരാജിന്റെ മകൾ ശിവാനി നാട്ടുകൂട്ടത്തിന് മുന്നിൽ തെളിവ് കൊണ്ടുവരാതിരുന്നാൽ നമിതയ്ക്കെതിരായുള്ള ആരോപണം തെളിയിക്കപ്പെടാതെ പോയേനെ. ഒന്നുകിൽ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകും. ചെറിയച്ച, ശിവാനിയെ ഞാൻ എന്റെ സ്വന്തം അനിയത്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവളെ ഒന്നും പറയാത്തെ. ഒരു പോലീസുകാരനായിരുന്നിട്ട് നീ ഇങ്ങനെയുള്ള അന്യായം ചെയ്താൽ നിന്നെ ആര് വിശ്വസിക്കും? അവൻ ലക്ഷ്മിയെ സ്നേഹിച്ചിരുന്നവനാ. അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോയി ശ്രീദേവിയുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയത്. പ്ലാൻ എ ഫ്ലോപ്പായി കഴിഞ്ഞാൽ പ്ലാൻ ബി സക്സസ് ആകണമെന്ന് വിചാരിച്ച് ഞാനാണ് ഫംഗ്ഷൻ ഹാളിൽ ആ പുകപടൽ ഉണ്ടാക്കിയത്. എന്നാൽ ആ പുകപടലം അധികമായി അവിടെ നിൽക്കുന്നത് ലക്ഷ്മിയാണെന്ന് വിചാരിച്ച് അറിയാതെ ശ്രീദേവിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിപ്പോയി മുത്തശ്ശി. അതാണ് നീ ചെയ്ത തെറ്റ്. ഗൗതമിനോട് നീ ചെയ്ത പാപം. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ആ ഗൗതം നിന്റെ രക്തം കൊണ്ടായിരിക്കും ആ പാപം കഴുകിക്കളയുന്നത്. നീ വായടക്കി ഗോവിന്ദ, ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഗൗതം നിങ്ങളുടെ മകനെ വെറുതെ വിടില്ല ചേട്ടാ. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. കുറച്ച് നാളത്തേക്ക് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. വായടക്കടാ. നീ എനിക്കാണോ ജനിച്ചത്, അത് വേറെ ആർക്കെങ്കിലും ആണോ ജനിച്ചത്? പേടിത്തൊണ്ടനെ പോലെ സംസാരിക്കുന്നല്ലോ. ചെറിയച്ച, നിങ്ങൾ മിണ്ടാതിരുന്നാ മതി. എന്താ നടക്കുന്നത് നമുക്ക് നോക്കാലോ. ചേച്ചി ഇപ്പോൾ വീട്ടിലില്ല. ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിന്നെ ജീവനോടെ കാണാനായിരിക്കും ആഗ്രഹിക്കുക. ആ നമിതയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവൻ ഇവിടെ ഉണ്ടാവുമായിരുന്നു. നീ ഗൗതമിന്റെ അനിയത്തിയെ കല്യാണം കഴിച്ചതുകൊണ്ട് അവൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ഗോവിന്ദരാജ് പറയുന്നത് ശരിയാ. അവൻ കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ അത് ചെയ്തിരിക്കുമല്ലോ. പുലി ഒരടി പിന്നോട്ട് വയ്ക്കുന്നത് പതുങ്ങാനല്ലമ്മേ, മുന്നോട്ട് കുതിച്ച് ജീവൻ എടുക്കാനാണെന്നാണ്. ആശുപത്രിയിൽ കോമ സ്റ്റേജിൽ കിടന്ന എനിക്ക് എന്തിനാ ബോധം തിരിച്ചു തന്നത് ദൈവമേ എന്ന് ഞാനിപ്പോ ചോദിക്കുക. ഇത്ര നാളും കണ്ണടച്ചു കിടന്ന ഞാൻ ഈ കൊടും പാതകം കാണാൻ വേണ്ടിയാണോ കണ്ണു തുറന്നത്? ഒരു മകളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഞാൻ മറ്റൊരു മകളുടെ ജീവിതം നശിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നിരിക്കുന്നു. എന്റെ കണ്ണുകൾ തുറക്കാതെ അടഞ്ഞു തന്നെ എന്നേക്കുമായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോ. അച്ഛ, മുതിർന്ന ഒരാളായിട്ട് ധൈര്യപ്പെടുത്തുന്നതിന് പകരം അച്ഛൻ തന്നെ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ അച്ഛ? ധൈര്യമൊക്കെ പോയി ശിവാനി. എന്റെ മകൻ നിന്റെ ചേട്ടനെ കൊല്ലാൻ പോയിരിക്കുക. അവൻ ജയിലിലേക്ക് പോയാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ ഈ താലി കഴുത്തി നഴിച്ചു മാറ്റാത്തത് കൊണ്ട് ദേവേട്ടനെ ഗൗതമേട്ടൻ കൊല്ലാൻ പോവാ. ഇത് ഞാൻ അഴിച്ചു മാറ്റിയ ഗീതാമായി മരിക്കുമെന്ന് പറയുന്നു. ആരുടെ ജീവനം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എന്റെ ജീവൻ എടുക്കേണ്ടത്. അതാണ് ശരിയായ മാർഗം. ഞാൻ ഇല്ലാതായ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും. ശ്രീദേവി, ശ്രീദേവി, ശ്രീദേവി എന്തോ മനസ്സിൽ ഉറപ്പിച്ചാ പോയിരിക്കുന്നു ചേച്ചി. ശ്രീദേവി, നീ എന്തായി കാണിക്കുന്നേ? ശ്രീദേവി,
അച്ഛ ഒന്ന് തുറക്കൂ. ശ്രീദേവി മോളെ ശ്രീദേവി 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 വാതിൽ തുറക്ക്. ചേച്ചി കഥ ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ?